I pray wholeheartedly that the Lord will bless us all on this 20th day of our fasting. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ നമുക്ക് ദൈവവചനത്തെ ശ്രദ്ധിക്കാം. Let us with a prayerful attitude listen and meditate on the word of God. കർത്താവിന്റെ പ്രാർത്ഥനാ മുറിയിൽ നൽകിയ ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. I desire to share certain thoughts which the Lord gave to me in my prayer room. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പര്യാപ്തമായ സന്ദേശം. It could be a message that could turn your life, turn our life around. Stop. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. Proverbs chapter 3 verses 11. Sorry, Ecclesiastes chapter 3 verses 11. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. He has made everything beautiful in his time. He has also put eternity in their hearts. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. Except that no one can find out the work that God does from beginning to end. ഇതിലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. We can see 3 important things here. ഒന്നാമത്തെ കാര്യം, ദൈവം സകലതും അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു എന്നുള്ളതാണ്. The first thing is that the Lord does everything beautiful in its perfect time. 2, ദൈവം നിത്യത മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്നതാണ്. The second thing is God has set eternity in the hearts of man. മൂന്നാമത്തെ കാര്യം, ദൈവം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ മനുഷ്യന് കഴിവില്ല. The third thing is that no one can find out the work that God does from beginning to end. ഈ വാക്യത്തെ ലൈഫിനോടുള്ള ബന്ധത്തിൽ ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. This verse I'm going to divide it in 2 in relation to life. ഒന്ന്, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം. The first thing is our life on this earth. 2, നമ്മുടെ മരണത്തിനപ്പുറത്തുള്ള ജീവിതം. The second thing is our life after death. 3, ഈ രണ്ടിനോടുള്ള ബന്ധത്തിലുള്ള ദൈവപ്രവൃത്തി. The third thing is the God's work in relation to both of this. ഞാനത് അങ്ങനെ ഡിവൈഡ് ചെയ്യാനുള്ള കാരണം, The reason for me to divide this is, ഈ അധ്യായത്തിൽ തന്നെ ഈ ആശയം നമുക്ക് കൃത്യമായി കാണാമെന്നുള്ളതുകൊണ്ടാണ്. it is because we are able to see the message that is so clearly written in this chapter. ആദ്യത്തെ വാക്ക് പറയുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്. The first chapter talks about the life on this earth. അത് നമ്മൾ 2ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. When we read from verses 2, we can understand. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. Verse 1. To everything there is a season and a time and every purpose under heaven. Verse 2, ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം. Verses 2 says a time to be born, a time to die, a time to plant and a time to pluck what is planted. കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം. Verses 3, a time to kill, a time to heal, a time to break down, a time to build up. ഏറ്റവും ഒടുവിൽ സ്നേഹിപ്പാൻ ഒരു കാലം, verse 8, സ്നേഹിപ്പാൻ ഒരു കാലം, ദ്വേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം ഉണ്ട് എന്ന് നമ്മൾ വായിക്കും. Verses 8, we read that a time to love and a time to hate, a time of war and a time of peace. അപ്പം 1ാമത്തെ വാക്യം മുതൽ 8ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങൾ പറയുന്നത് മുഴുവൻ ജീവകാലത്തെ കാര്യങ്ങളാണ്. From verses 1 to 8, it talks about the life on this earth. സ്തോത്രം. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. I believe you are understanding what I'm saying. ഈ പറഞ്ഞ 8 വാക്യത്തിലെ കാര്യങ്ങളൊന്നും മരണാനന്തരം നമ്മെ തൊടുന്നതല്ല, എല്ലാം ഇവിടുത്തെ കാര്യങ്ങളാണ്.
This 8 things that are mentioned from verses 1 to 8 is in relation to our life on this earth, and it is not after our death. നടുന്നത് ഇവിടെയാ. It is of our walk of this life. നടുന്നത് ഇവിടെയാ. നടുന്നത് ഇവിടെയാ. Oh, it is planted here. ജനിക്കുന്നത് ഇവിടെയാ. We are born here. നട്ടത് പറിക്കുന്നത് ഇവിടെയാ. Whatever we have planted, we pluck it is here. കൊല്ലുന്നത് ഇവിടെയാ. We kill is here. ഇടിച്ചു കളയുന്നത് ഇവിടെയാ. What we break down is here. കരയുന്നതും ചിരിക്കുന്നതും ഇവിടെയാ. When we cry and we laugh is all is here. Verse 6 സമ്പാദിക്കുന്നത് ഇവിടെയാണ്, നഷ്ടമാക്കുന്നത് ഇവിടെയാണ്, സൂക്ഷിച്ചു വെക്കുന്നത് ഇവിടെയാണ്. Verse 6 says what we gain is here, what we lose is here, and what we keep is here. അപ്പം ഇതെല്ലാം ലൈഫിനോടുള്ള ബന്ധത്തിലാണ്. This is in relation to life. അപ്പൊ ഒന്നാമത്തെ ഭാഗം ഈ ഭൂമിയോടുള്ള ബന്ധത്തിലാണ്. So the first part is in relation to this earth's life. രണ്ടാമത്തെ ഭാഗം നിത്യതയോടുള്ള ബന്ധത്തിലാണ്. The second part is in relation to eternity. നിത്യതയും ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. Eternity is set in every man's heart. അവിടെ പ്രത്യേകിച്ച് സംഭവിക്കാൻ ഒന്നുമില്ല, നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. There's nothing particular to that is to happen, but we are with God. എന്നാൽ ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ എല്ലാറ്റിനും ഒരു സീസൺ ഉണ്ട് എന്ന് തിരിച്ചറിയണം. But in relation to this earth, we need to understand that there is a season for everything. എല്ലാറ്റിനും ഒരു സീസൺ ഉണ്ട് എന്ന് പറയുമ്പോൾ ദൈവം ഓർഡൈൻ ചെയ്ത ഒരു സീസൺ ആണ്. When we say that there is season for everything, it means that God has set that particular season. സ്തോത്രം. അതാണ് ഒന്നാമത്തെ വാക്യം പറയുന്നത്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. That is what verses 1 says, for everything there is a season. സ്തോത്രം. 11ാമത്തെ വാക്യം അത് ദൈവം തന്നെ ചെയ്യുന്നതാണെന്ന് പറയുന്നത്, അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. Verses 11 says that it is God who does it, and he does it in its own time. In his own time എന്നുള്ളത് KJV-ക്കകത്താണ് നമ്മൾ കാണുന്നത്. What we see in his own time is in KJV. എന്നാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ അകത്ത് in its time എന്നാണ് എഴുതിയിരിക്കുന്നത്. But in American Standard Version, we can see it is mentioned in its time. Contemporary English version എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ അകത്ത് at the right time എന്നാണ് എഴുതിയിരിക്കുന്നത്. In few other translation, it says at the right time. അതതിന്റെ സമയം എന്ന് പറയുമ്പോൾ അതിനെ 3 വിധത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. When it says in its time, we can understand in 3 different levels. ഒന്ന്, അത് his time ആണ്. The first one is it is in his time. രണ്ട്, അത് at the right time ആണ്. The second thing is it is the right time. മൂന്ന്, in its time ആണ്. The third thing is it is in its time. അപ്പം എല്ലാറ്റിന്റെ സമയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ റൈറ്റ് ടൈമാണ്. So when we see this, everything's time is the perfect time of God. നിങ്ങൾ ശ്രദ്ധിച്ചേ, ചെറുതിനും വലുതിനും എല്ലാം ദൈവത്തിന്റെ ഒരു സമയമുണ്ടെന്ന് ഈ അധ്യായം കൃത്യമായിട്ട് പറയുന്നത്. This chapter is saying that whether it will be great or small, everything has its own time. അപ്പൊ ഈ പ്രാരംഭ ഭാഗം കേട്ടിട്ട് ആരെങ്കിലും ഒരാൾ പറയാണ് എല്ലാറ്റിനും ഒരു സമയം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ കിടന്ന് ഒത്തിരി പ്രാർത്ഥിക്കുന്നത്, ഞാൻ എന്തിനാ ഒത്തിരി ഉപവസിക്കുന്നത്, അതൊക്കെ അതിന്റെ സമയത്ത് അങ്ങ് നടന്നോളൂ. When we look at this verse, we might then say that why do I have to pray, why do I have to seek God, everything will happen in its time. അങ്ങനെ പറയുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. There are many people who say like this, ഞാൻ എന്തിനാ ഒത്തിരി കിടന്ന് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചിട്ടും കാര്യമൊന്നുമില്ല, ആ സമയത്ത് അതൊക്കെ അങ്ങ് നടന്നോളൂ, അപ്പൊ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുന്ന ആളുകൾ. There are people who say that why do I have to struggle and sit and pray so much, it will come in its time, so I will meet it on its way. ഞാൻ പറയാം, ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഉണ്ടാകുന്നത്. Many of these things, whether we pray or we do not pray, it will come to pass. അത് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ലെവൽ കൊണ്ടൊന്നും അല്ല ഉണ്ടാകുന്നത്, അത് അങ്ങ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുകയാണ്. It is not based on our spirituality level that occurs in our life, but it happens on its way. എന്നാൽ ആത്മീയനായ നമ്മെ സംബന്ധിച്ചിടത്തോളം
എല്ലാവർക്കും അറിയാവുന്ന ഒരു ടൈം ടേബിൾ അനുസരിച്ചല്ല നമ്മൾ ഈ കാര്യങ്ങൾ നടക്കേണ്ടത്. But in relation to spiritual life, everything does not happen in regards to a timetable. Stop. Amen. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ നാട്ടുകാർക്ക് എല്ലാം അറിയാം അവൻ സെക്കൻഡിലോട്ട് പോവാണ്. When the first standard guy passes, everybody knows that he's going to second standard. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എത്തിക്കഴിയുമ്പോൾ നാട്ടുകാർക്ക് അറിയാം അവൻ തേർഡ് സ്റ്റാൻഡേർഡിലോട്ട് പോവാണ്. When he reaches the second standard, everybody knows that he's going to third standard. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ എല്ലാവരും അറിയുന്ന ഒരു 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 സാധാരണ ലൈഫ് അല്ല നമ്മുടെ ലൈഫ്. ദൈവത്തോടു കൂടെ ആയതുകൊണ്ട് അതൊരു അസാധാരണ ലൈഫാണ്. Our life is not a life which is common to man, but our life, when it is in Christ, it is a unique life. Amen. Amen. അതിനെ ഞാൻ സൂപ്പർനാച്ചുറൽ എന്ന് വിളിക്കുകയാണ്. I call it supernatural. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ഒന്നുകൂടെ ചോദിക്കുകയാണ്. എല്ലാവരും ജീവിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജീവിച്ചാൽ മതിയോ? എല്ലാവരിലും സംഭവിക്കുന്നത് നിങ്ങളിൽ സംഭവിച്ചാൽ മതിയോ? അതോ സംതിങ് സ്പെഷ്യലായി സൂപ്പർനാച്ചുറലായി എന്തെങ്കിലും ഒന്ന് നിങ്ങളിൽ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? Amen. I want to ask you one question. Do you want to live as everybody is living, and do you want to have a life that is occurring in whatever things are happening in their life? Do you want it as the common people are having, or do you want a special or unique life, and do you want to have supernatural things happening in your life? കാരണം ആത്മീകനെ സംബന്ധിച്ച് ആത്മീകനോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നത് ആർക്കും അറിയാത്ത കാര്യമാണ്. In relation to a spiritual man, nobody will be able to understand what things are happening in a spiritual life. അങ്ങനെ കൊരിന്ത്യലേഖനം 2:9 പറയുന്നത്. In Corinthians 2 verses 1 it says. 1 Corinthians 2 verse 9. Sorry, 1 Corinthians chapter 2 verses 9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അത് തോന്നിയിട്ടുമില്ല. But as it is written, eye has not seen, nor ear heard, nor have entered the heart of man the things which God has prepared for those who love him. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് മറ്റൊരാൾക്ക് പ്രവചിക്കാൻ കഴിയുന്നതല്ല. For those things which God has prepared for a man who loves him, it is not, no one will be able to prophesy of those things which God is going to do in his life. സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സാധാരണമായി ഒരു മനുഷ്യന് തിരിച്ചറിയാൻ കഴിയും. Which a common thing is happening in a common person's life, a common person will be able to understand. എന്നാൽ ആത്മീകനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ നിലയിൽ അത് തിരിച്ചറിയാൻ കഴിയത്തില്ല. But in relation to a spiritual man, a common man will not be able to understand. അതുകൊണ്ട് പറഞ്ഞ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തും. That is why he says a poor man will be lifted up from his pit. ദരിദ്രനായിരുന്നു അവന് ഇന്നുവരെ, പക്ഷെ ഇന്ന് അവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയാണ്. He was a poor man until then, and when he was lifted up of the pit. അവനെ ജനത്തിലെ ധനവാനോടുകൂടെ ഇരുത്തുകയാണ്. From that life he is being seated with the rich man. Amen. Amen. നമ്മളിൽ ഇതാണ് സംഭവിക്കേണ്ടത്. This is what is supposed to happen in our life. ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പൻ പ്രവചിച്ചതോ അമ്മ പ്രവചിച്ചതോ നാട്ടുകാര് പ്രവചിച്ചതോ വീട്ടുകാര് പ്രവചിച്ചതോ അല്ല നമ്മളിൽ സംഭവിക്കേണ്ടത്. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. What our father prophesied or our mother prophesied or the people in the city prophesied or all those people prophesied, that should not happen in our life. But what is in the heart of God, that should come into our life. എനിക്കറിയാം ഈ കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തവരൊക്കെ 50 വർഷങ്ങൾ കൊണ്ട് അവിടെ താമസിക്കുന്നവരൊന്നുമല്ല. ഭൂരിപക്ഷം ആളുകൾ ഒരു 10-15 വർഷത്തിനുള്ളിൽ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തവരാണ്. I know that most of the people who have gone to Canada are not migrated 50 years ago, but some 10, 15 or 20 years ago. അപ്പം
ഞാൻ ചോദിക്കട്ടെ, വളർന്നു വന്ന കാലത്ത് പഠിച്ച കാലഘട്ടത്തിൽ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ ഗുണം പിടിക്കുകയല്ല, അവൻ ശരിയാകുകയല്ല, ആ വീട് ശരിയാകുകയല്ല, നോക്കിക്കോ, അങ്ങനെയൊക്കെ നമ്മളെ നോക്കി പ്രവചിച്ച എത്രയോ നാട്ടുകാരുണ്ട്. How many people are there who have looked at us and told, you are not going to be of any good, you are not going to be of any use, you will never reach anywhere in life, and so many things that people have prophesied. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്നെ ഈ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ലൈഫിൽ സ്തോത്രം, ദൈവം വരുത്തിയ മാറ്റങ്ങൾ ഒരു 30 വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിഞ്ഞതാണോ? This change that has come in your life today, were you able to dream this change 30 years ago? ഞാൻ പറഞ്ഞത് കാനഡയിൽ എത്തിയതാണ് നമ്മുടെ ലൈഫിന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് എന്നൊന്നും കരുതരുത്. ഇവിടെ നിന്ന് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. Don't consider when I say this that the Canada, because you have reached Canada, this is the highest level of blessing, but there is more for you to go from here. അപ്പം സാധാരണ നിലയിൽ നിങ്ങൾക്ക് ജീവിക്കണമോ, അസാധാരണ നിലയിൽ നിങ്ങൾ ജീവിക്കണമോ? Do you want to lead a life that is common, or do you want to lead a life that is unique and separate? ഞാൻ പറയാം, അസാധാരണമായ നിലകളിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ദൈവം ഒരുക്കുന്ന ഒരു സീസൺ ഉണ്ട്. If you're desiring to lead a life that is unique and separate, then God is preparing a season for it. Amen. Amen. ആ സീസണെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ തടയാൻ ഒരുത്തിനും പറ്റില്ല. പിന്നെ if we are prepared for that season, then nobody can stop us. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ദൈവം പിന്നീട് അത് ചെയ്തുകൊണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. We should be able to recognize it, and God will do it. That is why he says he makes all things beautiful in its time. Hallelujah. Amen. പക്ഷേ നമ്മൾ അല്പം കൂടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അങ്ങനെ സംഭവിക്കാൻ. But there is some more for us to go ahead for such a thing to happen in our life. ഞാൻ പറയാം, ഈ അസാധാരണമെന്ന് ഞാൻ പറയുമ്പോ അതൊരു ന്യൂ ജനറേഷൻ വേർഡായിട്ടൊന്നും നിങ്ങൾ കാണരുത്. ഞാൻ പറയുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ബിബ്ലിക്കൽ ടേം തന്നെയാണ്. ന്യൂ ജനറേഷൻ വേർഡായിട്ട് നിങ്ങൾ അതിനെ കാണണ്ട. So when I say uncommon or unique, I'm not talking in a new gen manner, but this is all biblical terms. Amen. ഞാൻ അതൊന്ന് തെളിയിക്കാൻ വേണ്ടി, അങ്ങനെ എഴുതിയിട്ടുള്ളതൊന്ന് തെളിയിക്കാൻ വേണ്ടി റോമലേഖനത്തിലേക്ക് ഒന്ന് വരികയാണ്. റോമലേഖനം 11 അധ്യായത്തിന്റെ 24 വാക്യം നോക്കിയേ. റോമൻ ചാപ്റ്റർ 11 verse 24. Let us turn to Romans chapter 11 verses 24 to prove that. For if you were cut out of the olive tree which is wild by nature and were grafted contrary to nature into a civilized olive tree, how much more will these who are natural branches be grafted into their own olive tree? അതാണ് അവിടുത്തെ വിഷയം. Contrary to nature. Amen. It is mentioned there as contrary to nature. സ്വഭാവത്തിന് വിരോധമായി, which is contrary to every natural thing. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. There are things that are very natural. അപ്പൊ തന്നെ സ്വഭാവത്തിന് വിരോധമായി contrary to nature ഉണ്ട്. And there is something that is contrary to the nature. Hallelujah. Amen. അങ്ങനെ ഒരു സ്വഭാവത്തിന് വിരോധമായ ചിലത് നമ്മളിൽ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. God desires to reveal certain things that are contrary to the nature. സ്വാഭാവികമായതെന്ന് പറയുന്നത് നമ്മുടെ കഴിവില്ലായ്മ, നമ്മുടെ ബുദ്ധിയില്ലായ്മ, നമ്മുടെ പ്രാപ്തിയില്ലായ്മ, നമ്മുടെ ഓർമ്മയില്ലായ്മ, നമ്മുടെ അപാകതയില്ലായ്മ, ഇതൊക്കെ സ്വാഭാവികമാണ്. What is natural is we being weak, we being are not able to do certain things, we are not able to achieve certain things. All these are natural. എന്നാൽ അതിനപ്പുറത്ത് സ്വഭാവത്തിന് വിരോധമായ മറ്റു ചിലതും കൂടെ ഉണ്ട്.
But beyond this, there is something that is contrary to the nature. ഈ വാക്യം അവിടെ അങ്ങനെ ഞാൻ വേർഡ് ഉള്ളത് കൊണ്ട് അതിങ്ങ് അഡോപ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഈ വാക്യം അവിടെ പറയുന്നത് മറ്റു ചില കാര്യങ്ങൾ ബോധ്യമാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാനൊന്ന് പരാമർശിച്ചേക്കാം. Actually, this word, I just took it out of this verse, but that verse has more to say about a different thing. എന്ന് പറയുമ്പോൾ അവിടെ ഈ രക്ഷയെ കാണിക്കാനാണ് പൗലോസ് ഈ ഒരു സാദൃശ്യത്തെ പറഞ്ഞേക്കുന്നത്. Paul gave this example in relation to salvation. അതിന് 18ാമത്തെ വാക്യം തൊട്ട് നോക്കിക്കോ. Let's look to verse 18. കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേര് നിന്നെ എത്ര ചുമക്കുന്നു ഓർക്കുക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. വിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. അവിടെ എങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരിക? അവിടെ താഴോട്ട് നമ്മൾ ഇങ്ങനെ വായിച്ചു വരുമ്പം നമ്മെ കാട്ടുമരത്തിൽ നിന്നാണ് മുറിച്ചെടുത്തത്. We have been taken out of the wild olive. നമ്മളെ ഇപ്പൊ എന്ത് ചെയ്തു? നല്ല ഒലിവോട് ഗ്രാഫ്റ്റ് ചെയ്തേക്കുക. Now we have been grafted to the good olive. ഈ സത്യത്തില് ഈ ഗ്രാഫ്റ്റിങ്ങിന് ഒരു തിയറി ഉണ്ട്. There is a theory in grafting. അതായത് ഇപ്പൊ ഈ നല്ല ഒലിവിലേക്ക് ഈ കാട്ടൊലിവ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോ ഈ ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ട ഒലിവാണ് കിളിർത്ത് വരേണ്ടത്. When the wild olive is grafted to a good olive, this grafted olive has to bear the fruits. പക്ഷേ ഇവിടെ സ്വഭാവത്തിന് വിരോധമായ ഒരു കാര്യം സംഭവിക്കുക. But here there is something that is happening contrary to the nature. അതെന്തുവാ? കാട്ടൊലിവ് ഒട്ടിച്ചിട്ട് കാട്ടൊലിവ് ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ട കാട്ടൊലിവ് കിളിർത്ത് വരേണ്ടതിന് പകരം ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ട കാട്ടൊലിവ് നാട്ടൊലിവായിട്ട് കിളിർത്ത് വരികയാണ്. This grafted wild olive, which is now grafted to the good olive, is supposed to bear wild olive, but instead it is happening contrary to the nature. Instead of wild olive, it is producing the good olives. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, പഴയൊരു പാട്ട്. നിങ്ങൾ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പഴയ പാട്ടാ. There is an old song which I do not know how many of you will know this song. ഞാൻ ആ പാട്ടിന് 1-2 ലൈനുകൾ പാടാം. കാട്ടൊലിവിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നീറപ്പാൻ നല്ലൊലിവിൻ ചിന്തി. അപ്പൊ നമ്മൾ ആരായിരുന്നു? നമ്മൾ കാട്ടൊലിവായിരുന്നു. കാട്ടൊലിവായിരുന്ന നമ്മെ വെട്ടി നാട്ടൊലിവോടൊട്ടിച്ചു. എന്നിട്ട് കാട്ടൊലിവായ നമ്മിൽ നാട്ടൊലിവ് വളർന്നു വന്നു, സ്വഭാവത്തിന് വിരോധമായി. Who were we? We were the wild olive, and God took that wild olive and grafted it with the good olive, and He enabled us to bear that good olive fruits, and He transformed that way in which that is against or contrary to the nature. ഇതാ ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയരെ, സ്തോത്രം. ഞാൻ 1-2 പേരുകളൊക്കെ അങ്ങ് വിളിക്കുകയാണ്. വിരോധമൊന്നും തോന്നരുതേ. സ്തോത്രം. ഹല്ലേലൂയ. ലൈജു ബ്രദറെ, പൗലോസച്ചായ, സ്തോത്രം. ജിനോ ബ്രദറെ, നമ്മളെയൊക്കെ സ്തോത്രം. സ്ക്രീനിൽ കാണുന്ന പേരാ ഞാൻ പറഞ്ഞത് കേട്ടോ. സ്തോത്രം. നമ്മളെയൊക്കെ ഹല്ലേലൂയ വ്യത്യസ്തരാക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. God desires us to make us unique. പക്ഷെ നമ്മൾ ആ സീസണെ തിരിച്ചറിയണം. But we need to understand the season. ഞാൻ പറയാം, ഒരാൾക്ക് ചേഞ്ച് ആകാൻ എന്നും സമയമില്ല. ഒരാൾക്ക് ചേഞ്ച് ആകാൻ ചില പർട്ടിക്കുലർ ടൈമേ ഉള്ളൂ. A person does not have time to change every moment of the day, but he has a specific time kept for him to change.
Amen. അത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സീസണാണ്. And that season is the season which God has prepared and kept. ഹല്ലേലൂയ. ചിലപ്പോൾ ഈ ചില അവസരങ്ങളെ നമ്മൾ ഒഴിവാക്കി കളഞ്ഞാൽ തിരിച്ചു വരാനായിട്ട് പിന്നെ ഒരു മാർഗം നമ്മുടെ മുന്നിൽ കാണുകയില്ല. If we ignore the opportunity that we have now, if we reject it, then we might not find another opportunity for us to come back. ഞാൻ അതിന് ബൈബിളിൽ നിന്ന് തന്നെ പല തെളിവുകൾ പറയും. I can give you evidences from the Bible itself. ഈ പത്രോസ് അങ്ങനെയുള്ള അവസരത്തെ കളഞ്ഞ ഒരാളാണ്. Peter is a character or person who's rejected such an opportunity. എവിടെയാന്ന് ഞാൻ പറയാം. I'll tell you where it is. ഈ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ വെൺമാടത്തിൽ പത്രോസ് കയറിയിരിക്കുക. Peter is entered into Shimon's house. വെൺമാടത്തിൽ at a treetop. ഓക്കെ. അപ്പൊ വെൺമാടത്തിൽ കയറിയിരിക്കുമ്പോ സ്തോത്രം ഒരു ആത്മവിവശതയിലേക്ക് പത്രോസ് പോവുകയാണ്. So when he was on the rooftop, he is getting a vision. ഒരു ആത്മവിവശതയിലേക്ക് പോവുകയാണ്. Fell into a trance. He is entering into a trance. ആ ആത്മവിവശതയ്ക്കകത്ത് ഒരു ദർശനം വെളിപ്പെടുകയാണ്. So in that trance, he's seeing a vision. ആ വിഷൻ ഇതാണ്, ഒരു തുപ്പട്ടി ഇറങ്ങി വരുന്നു. In that vision, he's seeing a white cloth coming down. ആ തുപ്പട്ടി അറുത്തു ഭക്ഷിക്കാൻ ദൈവം പത്രോസിനോട് സംസാരിക്കുകയാണ്. And God is speaking unto Peter and saying, cut all the animals that is there in it and eat. പക്ഷെ പത്രോസ് ദൈവത്തോട് തിരിച്ചു പറയുക, അരുത്. എന്റെ ഭാഷ പറഞ്ഞ് ദൈവത്തിന് ഹോളിനെസിന്റെ ഒരു ബൈബിൾ സ്റ്റഡി എടുത്തു പത്രോസ്. Peter immediately said, no, I should not. In a manner we can say that Peter was actually taking like a Bible class of holiness for God. 3 പ്രാവശ്യം ഈ വാക്ക് ആവർത്തിച്ചു. The 3 times this word was repeated. പക്ഷേ 3 പ്രാവശ്യവും പത്രോസ് അത് അറുത്ത് ഭക്ഷിക്കാഞ്ഞത് കൊണ്ട് തുപ്പട്ടി സ്വർഗത്തിലേക്ക് കയറിപ്പോയി. Because 3 times he did not cut that animals that were on the white cloth, this white cloth returned back. ഇവിടെ ചിലരൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഇരിപ്പുണ്ട്. There are some people who are seated with little children. എനിക്കും കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ ഇച്ചിരി പ്രായമായ കുഞ്ഞുങ്ങളാ. അപ്പോ നമുക്കൊക്കെ കുഞ്ഞുങ്ങളുള്ളവരാണ്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടല്ലേ പക്ഷിയെ കാണിച്ച് അക്വേറിയം കാണിച്ച് നമ്മൾ കൊച്ചു ബൗളിനകത്ത് ഇങ്ങനെ ഭക്ഷണം കൊണ്ട് നടന്ന് ഇങ്ങനെ നിർബന്ധിച്ച് നമ്മൾ കുഞ്ഞിനെ കഴിപ്പിക്കും. We have little children, even I also have little children. We know that when we want to feed our little children, we show them the birds and all that, and we force them and make them eat the food. പക്ഷെ ദൈവം അമ്മ പുറകെ നടന്ന് തീറ്റിക്കുന്നത് പോലൊന്നും ദൈവം ആരുടെയും പുറകെ അനുഗ്രഹമായിട്ടൊന്നും നടക്കുകയല്ല. Like a mother follows a child to feed it, in the same manner, God does not follow us to give us our blessings. അതിന്റെ ഒന്നാന്തരം തെളിവാണ് പത്രോസിനോട് 3 പ്രാവശ്യം അറുത്ത് തിന്നാൻ പറഞ്ഞിട്ട് തിന്നാഞ്ഞപ്പോ തുപ്പട്ടി സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. The best example is when God asked him to cut that animals that was in that white cloth and eat, he rejected it and that white cloth went up. ഞാൻ പറയാം ബിജി പാസ്റ്ററെ, പത്രോസ് തുപ്പട്ടി അറുത്ത് തിന്നണമായിരുന്നു. I would say Peter should have cut those animals and eaten. കാരണം പഴയ നിയമത്തിലും ദൈവം അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. Because even in the Old Testament, God had required such a thing. കാരണം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവം പ്രവാചകനോട് പറഞ്ഞു, നീ ചുരുട് വാങ്ങി തിന്നുക, അത് തിന്നുമ്പം നിന്റെ വായിൽ തേൻ പോലെയും വയറിൽ കാഞ്ഞിരം പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. In the Old Testament, God told unto a prophet saying, eat this scroll and it will be like a honey in your mouth and it will turn bitter inside your stomach. Yeah, good. അപ്പൊ പ്രവാചകൻ അത് വാങ്ങി ഭക്ഷിച്ചു എന്നാ കാണുന്നത്. There the prophet had taken that and eaten it.
ഇതുപോലെ പത്രോസ് ഈ തുപ്പട്ടി അറുത്ത് തിന്നണമായിരുന്നു. In the same manner, Peter also should have slain the animals that are on this white cloth and eaten. ഹല്ലേലൂയ. Amen. ഞാൻ പറഞ്ഞത് തിന്നായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ തിന്നായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരുന്നു. I do not. If you ask me what would have happened if he would have eaten those animals, I would say I do not know. But I know one thing, that something would have happened. Oh my God. Amen. ഈ 10ാം അധ്യായം തൊട്ട് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. 12ാം അധ്യായത്തിൽ കാരാഗൃഹത്തിന്റെ വാതിലൊക്കെ തുറന്നെങ്കിലും പിന്നെ പത്രോസിനെ ചരിത്രത്തിൽ അത്ര ഒരു 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 കത്തി നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടല്ല നമ്മൾ കാണുന്നത്. From chapter 10, when we see in chapter 12 that we can see he was brought out from the prison cell, but after that we do not see him as a flaming man of God. നിങ്ങൾ ഈ ഗലാത്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ പത്രോസിന് നേരെ പൗലോസ് വിരൽ ചൂണ്ടുന്നത് കാണാം. In Galatians we can see that Paul is pointing finger unto Peter. സ്തോത്രം. പത്രോസ് വ്യാജം കാണിച്ചെന്ന് അവിടെ പറയുന്നത്. We see that Peter was being hypocrite there. അവിടെ വ്യാജം എന്ന് പറയുന്നത് നമ്മളൊക്കെ കാണിക്കുന്ന പോലുള്ള വ്യാജമൊന്നുമല്ല, ഭക്ഷണ കാര്യത്തിലുണ്ടായ ചെറിയ ഒരു കാര്യമാണ്. The hypocrisy that Peter showed there was not something that we normally show. It was a small thing in matter of food. ആമേൻ. കാരണം ഈ യാക്കോബിന്റെ അടുക്കൽ നിന്ന്, യാക്കോബ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ നിലപാടുകാരനാണ്. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരുന്നത് വരെ പത്രോസ് ജാതികളോടുകൂടെ തിന്നു കുടിച്ചു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ആളുകൾ വന്നതോടുകൂടി പുള്ളി ആ പണി അങ്ങ് നിർത്തി. ഇത് കുറ്റകരമായിട്ടാണ് പൗലോസ് പറയുന്നത്. Paul is pointing out and saying when he was not there, James was not there in their presence, he used to eat with the Gentiles, but as soon as James came, he used to separate himself and move away from them. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞത് സ്തോത്രം, പത്രോസിനെ പിന്നീട് ഒരു ജ്വലിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ കാണുന്നില്ല. What I'm coming to say is later we are not able to see Peter as a flaming man of God. പത്രോസ് അറുത്ത് തിന്നണമായിരുന്നു പ്രിയരെ. I would say Peter had to cut and eat that animals. പക്ഷെ പത്രോസിന് അത് കഴിഞ്ഞില്ല. But Peter was unable to. ഹല്ലേലൂയ. Amen. സ്തോത്രം. ഇനി ഇതുപോലെ അവസരം നഷ്ടപ്പെടുത്തിയ പലരുണ്ട്. In the same manner, there are many who have lost their opportunities. യൂദ അവസരം നഷ്ടപ്പെടുത്തിയ ഒരാളാണ്. Judas was a person who lost his opportunity. നിങ്ങൾ ശ്രദ്ധിക്കണം, ഉലക ചരിത്രത്തിൽ 12 പേർക്ക് ഈ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരായിരിക്കാനുള്ള ഭാഗ്യം. In the history of this world, only 12 people had received this opportunity or this great privilege to be the disciples of Jesus. ആമേൻ. അതിന്റെ ആ ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിത്യതയിൽ ജഡ്ജിംഗ് പാനലാണ് അവര്. The privilege is what we need to understand is that they are the judging panel in eternity. കാരണം ഒലിവുമലയിൽ കർത്താവ് പാദം ചവിട്ടുമ്പോ ഇസ്രായേൽ ഗോത്രത്തിന് 12 ന്യായം വിധിക്കാൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഈ 12 അപ്പോസ്തലന്മാരാണ്. We need to see that when God sets his foot on Mount Zion and when he comes down to judge Israel, these 12 apostles will be sitting to judge them. ഇത് യേശു പറഞ്ഞത്, നിങ്ങൾ ഇസ്രായേൽ ഗോത്രത്തെ 12 ന്യായം വിധിക്കും. Jesus had told that you will judge the 12 tribes of Israel. അപ്പം എന്റെ ചിന്ത ഞാൻ പറയാണ്, അതില് 12ാമത്തെ ചെയറിൽ എന്റെ ഒരു ഭാവന പറയാണ്, 12ാമത്തെ സിംഹാസനത്തിൽ അതിന്റെ ടോപ്പിൽ എഴുതിയിട്ടുണ്ടാകും റിസർവ്ഡ്. It is just my thought that I'm saying that in the 12 thrones that are there, in the 12th throne it would have been mentioned reserved. അത് യൂദയ്ക്ക് വേണ്ടിയുള്ളതാണ്. And that was for Judas. അതാണ് വാസ്തവത്തിൽ യൂദ കളഞ്ഞേക്കുന്നേ. And that is what Judas had thrown away. യൂദയ്ക്ക് എന്നാ കിട്ടി? What did Judas receive? യൂദയ്ക്ക് 30 വെള്ളിക്കാശ് കിട്ടി. He got 30 silver coins. ഈ 30 വെള്ളിക്കാശ് കൊണ്ട് യൂദയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റി? What was Judas able to achieve with this 30 silver coins? ഞാൻ ഒരുപാട് പ്രാവശ്യം അമേരിക്ക വന്നിട്ടുണ്ട്.
കാനഡയിൽ എനിക്ക് പല പ്രാവശ്യം ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, വരാനായിട്ട് അവസരം ഉണ്ടായില്ല. അതുകൊണ്ട് കാനഡയിലെ സിറ്റുവേഷൻ എനിക്ക് അറിയത്തില്ല. എന്നാലും ഈ നാട്ടിൽ നിന്നൊക്കെ വന്നവരല്ല, പരിപ്പ് വടക്കൊക്കെ അവിടെ നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് എന്റെ ചിന്ത. I have come to US many a times. I had received many invitations from Canada, but I was not able to come. But I know that the Paripu vada, which we say in Kerala, has huge demand here. എന്റെ ഒരു 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 ഭാവന ഞാൻ പറയാണ്, ഈ യൂതയ്ക്ക് ഈ 30 വെള്ളിക്കാശ് കൊണ്ട് ഒരു പരിപ്പ് വട വാങ്ങി കഴിക്കാൻ പറ്റിയോ? My question is that was Judas able to even buy this Paripu vada with this 30 silver coin? ഈ യൂതയ്ക്ക് ഈ 30 വെള്ളിക്കാശ് കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റി? ചിക്ഫിലൊന്ന് കയറാൻ പറ്റിയോ? അവിടുത്തെ കൾച്ചർ പറയും. Was Judas able to enter into Chick-fil-A or KFC with this 30 silver coin? ഇദ്ദേഹത്തിന് അതിന്റെ ഒരു സിംഗിൾ കോയിൻ ഉപയോഗിക്കാൻ പറ്റിയില്ല. He was not able to use that single coin of those 30 silver. പക്ഷെ എന്താ നഷ്ടപ്പെടുത്തിയേ? But what did he lose? നിങ്ങൾ അത് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. I do not know how many people are understanding. What did he lose? ഹല്ലേലൂയ. Amen. Hallelujah. അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. He threw away his opportunities. അതെ, ഈ അപ്പോസ്തലപ്രവൃത്തി 1:17 പറയുന്നത്, അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. That is what it's mentioned in Acts 1:17, for he was numbered with us and obtained a part in our ministry. Verse 18, അവൻ അനീതിയുടെ കൂലി കൊണ്ടൊരു നിലം മേടിച്ച് തലകീഴായി വീണ് നടുവെ പിളർന്ന് അവന്റെ കുടലെല്ലാം തെറിച്ചുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. Verses 18 we read, now this man purchased a field with the wages of iniquity, and falling headlong he bursted open in the middle, and all his entrails gushed out. Hallelujah. Amen. എണ്ണത്തിൽ പങ്ക് ലഭിച്ചവനായിരുന്നു. He was counted along with them in this ministry. പക്ഷേ അവസരങ്ങളെ കളഞ്ഞുപോയി. But he threw away his opportunity. എന്നിട്ട് പറയുകയാണ്, verse 22, ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തനെ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. In English Bible, in verse 21 it says, therefore of these men who have accompanied us all the time that the Lord Jesus went in and out among us. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഈ മത്തിയാസിന് ചീട്ട് വീഴുക. Now this lot is falling unto Matthias. ഈ മത്തിയാസ് തുടക്കം മുതൽ യേശുവിനോട് കൂടെ നടന്നവനാണ്. Matthias also had walked from the beginning with the Lord Jesus. മത്തിയാസ് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഈ 12ാമത്തെ പൊസിഷനിൽ ഞാൻ വരുമെന്ന്. Matthias never even thought, had in his imagination that he would come inside this 12 apostles. ഹല്ലേലൂയ. പൗലോസ് പോലും തന്നെ അകാലപ്രജ എന്നാ വിളിച്ചത്. Paul also was called as his distant friend. ആമേൻ. അകാലപ്രജ എന്ന് പറയുമ്പോൾ അൺടൈംലി ബോൺ എന്നാണ് പറയേണ്ടത്. അൺടൈംലി ബോൺ. He was called as an untimely bond. അതായത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് ജനിച്ചവൻ. A person who is born after a due date. നിങ്ങൾ ശ്രദ്ധിച്ചേ, യൂദയ്ക്ക് കിട്ടേണ്ട പൊസിഷൻ ഇപ്പൊ മത്തിയാസിന് കിട്ടി. The position which Judas was supposed to receive, now Matthias have got it. സ്തോത്രം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? Yes. ഇല്ലല്ലോ. എനിക്ക് തുടരാമല്ലോ. ഓക്കെ. അപ്പം യൂദയ്ക്ക് കിട്ടേണ്ട പൊസിഷൻ മത്തിയാസിന് കിട്ടി. The position which Judas was supposed to receive, now Matthias have received it. മത്തിയാസ് സ്വപ്നത്തിൽ കാണാത്തതാ, മത്തിയാസിന്റെ സ്വപ്നലോകത്തില്ലാത്ത കാര്യമാണ് മത്തിയാസിന്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയേക്കുന്നത്. Which was not even in the dreams of Matthias, now Matthias have received. സ്തോത്രം. Amen. അപ്പൊ ഞാൻ പറഞ്ഞത്, യൂദ അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. Judas threw away all the opportunities that he had.
ഇതുപോലെ അവസരത്തെ കളഞ്ഞു വിളിച്ച ഒരാളാണ് ഈ ഈ യേശാവ്. Esau is also such a person who threw away his opportunities. ഒരു മുന്നിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞവൻ. He just for soup he threw away his birthright. പിന്നത്തേതിൽ അനുദപിച്ചിട്ടും മാനസാന്തരത്തിന് ഇട കണ്ടില്ല. Later, even after he cried out and repented, yet he did not find a place for repentance. ഒരു അവസരത്തിൽ കളഞ്ഞു, In an opportunity he threw away. പക്ഷെ പിന്നത്തേതിൽ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല, മാനസാന്തരത്തിന് ഇട കണ്ടില്ല. Later he did not get an opportunity, he did not find a place for repentance. ഞാൻ നിങ്ങളോട് ആത്മാവിൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ലഭ്യമായ അവസരങ്ങളെ നിങ്ങൾ ഉപയോഗിച്ചോ അതോ നശിപ്പിച്ചോ? I am asking you in the spirit, have you used the opportunities which you have received in the spirit, or have you thrown it away? നിങ്ങൾ സ്തോത്രം ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. If you have used that opportunity, you are a blessed one. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, പഴയ പാട്ടാണ്, മലയാളം പാട്ട് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് ലൈനുകൾ പാടാം. സ്തോത്രം. ഞാനത് പാടുമ്പോഴൊക്കെ എന്റെ കണ്ണുകൾ നിറയാറുണ്ട്, അത്ര ബ്യൂട്ടി ആയിട്ടുള്ള ഒരു പാട്ടാണ്. There's an old song in Malayalam which I love to sing. I don't know how many of you know it. It touches my heart when I sing this song. കർത്തനെ എത്ര അനുഗ്രഹങ്ങളയ്യോ നഷ്ടമാക്കി ഈ വിധം, ഇന്നും കഷ്ടത തന്നിൽ വാലയുന്നു ഞാനീത തട്ടിയുണർത്തേണമേ. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കോടു തന്യർക്ക് നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. തള്ളി സങ്കേതം ഞാൻ കോടു തന്യർക്ക് നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി. Even after hearing that call from you, I have rejected that voice. ഞാൻ ചോദിക്കട്ടെ, നമ്മളോട് എത്ര പേരോട് ഈ പാട്ട് ഒരു ദൂതായി സംസാരിക്കുന്നുണ്ട്? എത്ര നാള് നമ്മൾ ആ ചിറകടി കേട്ടതാ, പക്ഷെ ശങ്ക കൂടാതെ, ഒട്ടും ദുഃഖം കൂടാതെ, മടി കൂടാതെ നമ്മൾ ആ ചിറകടി ശബ്ദത്തെ നമ്മൾ തള്ളിക്കളഞ്ഞു. To how many of us this is speaking like a prophecy or a message to us, that we were listening, we were able to hear this beat of this wings, but even without a sorrow or without a regret, we rejected this voice. ഹല്ലേലൂയ. സത്യത്തിൽ കർത്താവ് നമ്മളെ ഒന്ന് വിടുവിക്കാൻ, നമ്മുടെ സങ്കടത്തിൽ നമ്മളെ ഒന്ന് സ്പർശിക്കാൻ, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ, നമ്മളെ അടിമുടി ഒന്ന് മാറ്റാൻ, നമ്മുടെ ജീവിതത്തെ അത്ഭുതകരമായി വ്യത്യാസപ്പെടുത്താൻ ആഗ്രഹിച്ച് ദൈവമായിട്ട് ഇറങ്ങി വന്ന അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. The time when God came to lift up in our sorrowful time, in our difficult times, when He had tried to change us and make us unique, all those times we had rejected and wasted those opportunities away. അതുകൊണ്ട് പാട്ടുകാരൻ പാടുക, എത്ര അനുഗ്രഹങ്ങളയ്യോ നഷ്ടമാക്കി ഈ വിധം. That is what the verses say of that song, that how many opportunities I have received which I have rejected it and gone away. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന അവസരങ്ങളെ നിങ്ങൾ തള്ളിക്കളഞ്ഞവരാണോ അതോ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? I'm asking you, as the times when God had come down for you, have you thrown away those opportunities which God came down, or have you used those opportunities? ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, ഇന്നലെ കഴിഞ്ഞ സന്ദർഭങ്ങളെ നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ കഴിയത്തില്ല. Let me tell you, those things that happened, the incidents that happened yesterday, we will not be able to repeat it today.
ഇതുകൊണ്ട് മോശ പറഞ്ഞത്, മോശ പ്രാർത്ഥിച്ചല്ലോ 90 സങ്കീർത്തനത്തില്, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണമേ. That is what Moses says in Psalms 107. Psalms 90. Psalms 119 that. Psalms 90. Sorry. 90 സങ്കീർത്തനത്തിൽ ഞങ്ങളെ ക്ലേശിപ്പിച്ച സംവത്സരങ്ങൾക്ക്, ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ ജീവിപ്പിക്കണമേ. In Psalms 19 he says that in the times that you had taken me in our errors, that Lord, in the same way you lift me up. Hallelujah. Hallelujah. Amen. സ്തോത്രം. അപ്പം ഞങ്ങളെ verse 15 Yeah. verse 15 90 verse 15. Make us glad according to the days in which you have afflicted us, the years in which you have seen evil. പറയുന്നത് ഞങ്ങളെ സന്തോഷിപ്പിക്കണേ, ഞങ്ങളെ ഈ സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണേ. Lord, according to the days of our affliction, help us to be glad. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? കർത്താവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കാൻ ഇറങ്ങി വന്ന്, ഞങ്ങളെ വ്യത്യസ്തരാക്കാൻ ഇറങ്ങി വന്ന പല അവസരങ്ങളെയും ഞങ്ങൾ കളഞ്ഞതാണ്, പല അവസരങ്ങളെ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയതാണ്. മോശ പ്രാർത്ഥിച്ചതുപോലെ അതിന് തക്കവണ്ണം ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? മെസ്സേജ് തീർന്നില്ല, 1-2 മിനിറ്റുകൾ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മെസ്സേജ് അതിനുശേഷം തുടരും. ഒന്ന് കണ്ണുകൾ അടച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതാണ് ഇതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, കണ്ണുകൾ അടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ, അവസരങ്ങൾ പലതുണ്ടായിരുന്നു, ഞങ്ങളെ പേര് പറഞ്ഞ് അങ്ങ് സഹായിക്കാൻ ഇറങ്ങി വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പല ജഡീക മണ്ഡലങ്ങൾ കൊണ്ട് ഞങ്ങൾ അതിനെ നശിപ്പിച്ചു, ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഇന്നലെ കഴിഞ്ഞു പോയതിന് ദൈവം മടക്കി തരും യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സഹായിക്കണേ. പ്രാർത്ഥിക്കേണ്ട അവസരങ്ങൾ, ആരാധിക്കേണ്ട അവസരങ്ങൾ, ഞങ്ങളോട് ഇടപെട്ട അവസരങ്ങൾ, ഞങ്ങളോട് ദൂത് പറഞ്ഞ അവസരങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ മടക്കി വരുത്തണേ. ആ സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ ജീവിപ്പിക്കണേ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ലൈനിൽ ഓരോരുത്തരുമായിരിക്കുന്ന അവരവരുടെ വീടുകളിൽ, അവരിയ്ക്കുന്ന സീറ്റിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇപ്പോൾ വ്യക്തികളെ ആ അളവിൽ തൊടട്ടെ. യേശുവിന്റെ നാമത്തിൽ സാഹചര്യങ്ങൾ മാറട്ടെ. ഓ, താങ്ക് യു മാസ്റ്റർ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. എനിക്കറിയാം ദൈവം ചിലരെ ആഴമായി തൊടാൻ പോവുകയാണ്. ദൈവം ചില വ്യക്തികളെ ആഴമായി തൊടാൻ പോവുകയാണ്. ഓ, താങ്ക് യു ജീസസ്. ഓ, താങ്ക് യു മാസ്റ്റർ. കർത്താവേ, മിനിസ്ട്രിക്ക് വേണ്ടി ഉള്ള ചിലര് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. നിയോഗമുള്ള ചിലരത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവം ഏൽപ്പിച്ച ചില ദർശനങ്ങൾ ഉണ്ടായിരുന്ന ചിലരുണ്ടായിരുന്നു, അവരത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ചില വെളിപ്പാടുകൾ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു, അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇന്ന് പകലിൽ അവരെ മടക്കിയെടുക്കണേ. ഈ ഫാസ്റ്റിംഗിന്റെ 20ാമത്തെ പകലിൽ യേശുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഒരു വലിയ പകർച്ച, മടക്കിയെടുക്കുന്ന ഒരു പകർച്ച, ഒരു റീസ്റ്റോർ ചെയ്യുന്ന ഒരു പകർച്ച യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓരോരുത്തരെയും ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തൊടട്ടെ. ഓരോ വ്യക്തികളെയും ദൈവത്തിന്റെ ആത്മാവ് തൊടട്ടെ. ഓരോ കുടുംബങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് തൊടട്ടെ. പിശാച് വിതച്ച നാശങ്ങൾ, പിശാച് വിതച്ച തകർച്ചകൾ, അതിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. അനുസരണക്കേടിന്റെ വിനകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവെ അങ്ങനെ ചെയ്യണേ. ഞങ്ങളൊക്കെ മൈലുകളുടെ അപ്പുറത്താണ് ഇരിക്കുന്നതെങ്കിലും ദൈവത്തിന്റെ വചനം അതിവേഗം സഞ്ചരിക്കുന്നതാകിയാൽ യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ചിലരെ അവിടുന്ന് റീസ്റ്റോർ ചെയ്യണേ.
ചിലരുടെ ബന്ധങ്ങൾ, കർത്താവുമായിട്ടുള്ള ബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ റീസ്റ്റോർ ചെയ്യട്ടെ. ചിലരുടെ പ്രാർത്ഥനാ ജീവിതം റീസ്റ്റോർ ചെയ്യപ്പെടുന്നത് യേശുവിന്റെ നാമത്തിൽ. ചിലരുടെ ആരാധന റീസ്റ്റോർ ചെയ്യപ്പെടുന്നത്, ചിലരുടെ വെളിപ്പാടുകൾ റീസ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓ മൈ ഗാഡ്, ഇപ്പോൾ അങ്ങനെ ചെയ്താട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അർത്ഥമനഘടകേടുകൾ ഉണ്ടായി, പാകപ്പിഴകൾ ഉണ്ടായി. കർത്താവ്, ഞങ്ങളുടെ മുമ്പിൽ സാധ്യതകൾ ഉണ്ടായിരുന്നു, അന്ന് തുറന്നു തന്നത് മനസ്സിലായില്ല. ആമേൻ. ചിലത് കർത്താവ് അപ്പോഴത്തെ ഞങ്ങളുടെ കർത്താവ് വൈകാരികതകൾ കൊണ്ട് ഞങ്ങൾക്കത് മനസ്സിലായില്ല, ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റിയില്ല. ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ശൈശവപ്രായ വീഴ്ചകൾ, മോശയാലുള്ള താഴ്ചകൾ, നിൽക്കുകയെല്ലാം നായക ഏകുക സമ്പൂർണ്ണ, നിൽക്കുകയെല്ലാം നായക ഏകുക നിൻ സമ്പൂർണ്ണത, ഉറപ്പിക്കന്നെ ശുദ്ധാത്മ ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാ. നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു. I believe that you have finished praying. ഇനി ശ്രദ്ധിച്ചാട്ടെ. Now listen. ഇവരിലെ അവസരങ്ങളെ കളഞ്ഞവരാ. These are the people who threw away their opportunities. ഞാൻ ഒരിക്കൽ കൂടി പറയും, എന്നും നമുക്ക് അവസരങ്ങളില്ല കേട്ടോ. I'm repeating this again, that every day we will not have opportunities. എന്തുകൊണ്ടാ പറയുന്നത്? യെശയ്യാവിൽ പറയുന്നു, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കും. That is why it is mentioned in Isaiah that seek him when he is found. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. We need to seek the Lord when he is found. അപ്പം നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന സമയമുണ്ടോ? So there is a time when we are able to find him. ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ ഒരു കാര്യം കൂടെ പറയുകയാണ്. കാനഡയില് ചെന്നു, നല്ല വീട് കിട്ടി, നല്ല ജോലി കിട്ടി, മക്കളൊക്കെ പഠിച്ചു, കനേഡിയൻ ഡോളർ ഉണ്ട്, ഞാൻ സേഫ് ആണ്, അങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല ഇപ്പോ. With a humble heart, I'm reminding you that we might have come to Canada, we might have bought homes, we might have bought cars, we might have made our kids would have studied in different places. We might be having that thought that we are secure, but this is not the time to think such a thought. ഞാൻ പറഞ്ഞത്, കനേഡിയൻ ഡോളർ, കനേഡിയൻ വീടുകൾ, കനേഡിയൻ കാറുകൾ ഒന്നും സഹായിക്കാത്ത ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. We are in a situation where our Canadian dollar or our Canadian car or our house is not going to help us. അപ്പം ഇതിനപ്പുറത്ത് ദൈവം ഉണ്ടെങ്കിലേ പറ്റൂ എന്ന ലോകത്തെ ദൈവം പഠിപ്പിച്ച സീസണായത്. This is the season where God is teaching the world that only if we depend on him it is possible. Amen. Amen. ഇന്ത്യ അമേരിക്കൻ ഗവൺമെന്റ്, ഇന്ത്യ സ്തോത്രം, ഓസ്ട്രേലിയൻ ഗവൺമെന്റ്, ഇന്ത്യ ഇവിടുത്തെ ജ്ഞാനികൾ, ഇന്ത്യ ഇവിടുത്തെ മിലിറ്ററി ഫോഴ്സുകൾ, ഇന്ത്യ ഇവിടുത്തെ മിലിറ്ററി വെപ്പൺസ്, ഇന്ത്യ ഇവിടുത്തെ സയന്റിസ്റ്റുകൾ, ഇന്ത്യ ഇവിടുത്തെ മെഡിസിനുകൾ ഒന്നും ചലിക്കുന്നില്ല. 1.5 വർഷം കൂടെങ്കിലും എടുക്കണമെന്ന് പറയുന്നത് വാക്സിൻ വരണമെങ്കിൽ.
Where is the American government? Where is the Australian government? Where are the wise men? Where are the scientists? Where are the medical people? They are today saying that it will take at least 1.5 years to find the vaccine. അപ്പൊ എല്ലാറ്റിനും അപ്പുറത്ത് ദൈവം ഉണ്ടേലേ പറ്റൂ. So beyond everything, only if there is God, then it will be possible. അപ്പം ഞാൻ പറയുന്നതല്ല ശരിയാണ്, ഞാനാണ് ഇവിടെ എന്നൊന്നും പറഞ്ഞ് നിൽക്കുമൊന്നും വേണ്ട. സ്തോത്രം. നമ്മൾ ദൈവത്തിങ്കിലേക്ക് നീങ്ങിയേ പറ്റൂ. We cannot stand here and say, I am right, I know everything, but we need to move towards God. അപ്പം ഇന്നലകളിൽ അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയിരിക്കാം. ഓക്കെ, സ്തോത്രം. അത് മനസ്സിലാക്കാൻ നമ്മുടെ ദൈവം ഈ പകലിൽ ആമേൻ മനസ്സുള്ളവനാണ്. കർത്താവിനോട് പറയും, ഇനി ഒരു അവസരം വന്നാൽ ദൈവമേ ഞാൻ അതിനെ ഉപയോഗിക്കാം. In the yesterdays we have lost our opportunity, but today in the morning God is reminding us. So He is a compassionate God. So let us say unto the Lord, Lord, if I get one more opportunity, I will not lose it. കണ്ടെത്താവുന്ന സമയത്ത് ദൈവത്തെ അന്വേഷിക്കുക. Seek the Lord when He is found. ഞങ്ങളുടെ ഈ മെസ്സേജുകളൊക്കെ ഇങ്ങനെ തുടർമാനം ടിവിയിലൊക്കെ പോകുന്നത് കൊണ്ട് ധാരാളം ആളുകൾ ഞങ്ങളെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അവരുടെ പ്രോബ്ലംസ് പറയാറുണ്ട്. Because our program or messages are going online live, there are many people who call and tell their problems and pray. ചിലപ്പോൾ അച്ഛന്മാര് പോലും വിളിക്കാറുണ്ട്. There are sometimes the Catholic fathers who call. Not Catholic, അച്ഛന്മാര്. Just the fathers, the church priests call. ഞാൻ പറഞ്ഞത് ചിലർക്കൊക്കെ നമ്മളൊന്നും പറയണ്ട. നമ്മൾ ഫെയ്ത്ത്ഫുൾ ആണ്. അത് കേട്ടാൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആണെന്നൊന്നും മനസ്സിലായാൽ മതി. അവർക്കൊന്ന് പറയണം, അവരുടെ സങ്കടം ഒന്ന് പറയണം, അത്രയും പറഞ്ഞാൽ മതി. They just have to see that we are faithful, and in our life we are faithful. They just want to share their burden to us. രാവിലെ ഒരു ആന്റി എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, പാസ്റ്ററെ 20 വർഷം കൊണ്ട് സർജറിയാണ് പാസ്റ്ററെ. ഒന്നുകിൽ അച്ഛന് സർജറി, അല്ലെ എനിക്ക് സർജറി. ഞങ്ങൾ ഈ ആശുപത്രി ജീവിതം മടുത്തു പാസ്റ്ററെ. There was a sister or an auntie who called me today morning and told me that for last 20 years we are being undergoing surgeries. It is either my husband or me. Someone has to go undergo surgery. We have got tired of this hospital life. 40 വർഷമായിട്ട് ഡയബറ്റിക്. Husband is infected by diabetics for 40 years. ഇപ്പൊ അച്ഛന്റെ വയറിന് ചുറ്റും ഇൻഫെക്ഷൻ ആയിട്ട് വയറ് മുഴുവൻ ചുമന്നിരിക്കുകയാണ്. Now his belly is infected by this, and it is completely become red. സ്തോത്രം. ആന്റി പറയുകയാണ്, പാസ്റ്റർ എന്റെ കുടലെല്ലാം കൂടെ മുറിച്ചിട്ട് അതെല്ലാം കൂടെ ഒരു വലയ്ക്കകത്തിട്ട് വെച്ചേക്കുകയാണ്. That auntie was saying that her intestines are all torn and it is put inside a net. അപ്പൊ ഞാൻ പറഞ്ഞത് ഭയങ്കര പ്രശ്നമുള്ളവരുണ്ട് പ്രിയരെ. ഇവരൊക്കെ അത്യാവശ്യം ഫൈനാൻഷ്യൽ പൊട്ടൻഷ്യലും ഒക്കെ ഉള്ളവരാണ്, സാഹചര്യങ്ങൾ ഉള്ളവരാണ്, പക്ഷെ ഒന്നും സഹായിക്കുന്നില്ലെന്ന് ആളുകൾ പ്രശ്നത്തിനകത്ത്. ഞാൻ പറഞ്ഞത് ദൈവത്തെ കൂടാതെ ഒരു ലൈഫ് നമുക്ക് നടക്കത്തില്ല. There are people who are going through all these struggles in their life. They have financial status and they have everything. But what I'm coming to say is, without God, nothing is possible. ദൈവത്തോട് പറയണം, കർത്താവേ എനിക്ക് ഒരു അവസരം തന്നാൽ ഞാൻ അതിനെ ഉപയോഗിക്കാം. We must let us say unto the Lord, Lord, if you give me an opportunity, I will use it. സ്തോത്രം. ഇങ്ങനെ അവസരങ്ങൾ ഉപയോഗിച്ചവരുണ്ട് കേട്ടോ. There are people who have used their opportunities. അതിലൊരാളാണ് മോശ. And such a person is Moses. മോശ എങ്ങനെ അവസരത്തെ ഉപയോഗിച്ചത്? How did Moses use his opportunity? ഈ എബ്രായ ലേഖനത്തിൽ പറയുന്ന പല കാര്യങ്ങളും മോശയുടെ 40കളിലുള്ളതല്ല, അത് 80കളിലുള്ളതല്ല. Whatever is mentioned in the book of Hebrews or the epistle of Hebrews, it is told about Moses at the age of 40. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിയത് മോശയുടെ 40കളിലാ, 40ന് മുമ്പാ. So it was at the age of 40, and before that he had this desire that it is better to be suffering with the people than to enjoy the luxury of the palace. Amen.
ഭർവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കുന്ന നിരസിച്ചത് ആ കാലഘട്ടത്തിലാണ്. It was at that time he had rejected to be called the Pharaoh's daughter's son. ആമേൻ. അന്ന് മോശയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ജനത്തെ വിടുവിക്കണമെന്ന്. At that time Moses had desired to deliver the children of Israel. എന്നാൽ നിർഭാഗ്യവശാൽ മോശ മിദ്യാനിലെത്തി. But from there Moses reached to Midian. ഇവിടെ ഇപ്പൊ മിദ്യാനിൽ മോശ സെറ്റാ. Now Moses is already settled down in Midian. കാരണം മോശയുടെ അമ്മാവിയപ്പൻ ഒരു നല്ല അമ്മാവിയപ്പനാണ്. Because Moses' father-in-law was a very good father-in-law. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, അമ്മാവിയപ്പനെ കിട്ടുകയാണ് ഇത്രോവിനെ പോലെയുള്ള അമ്മാവിയപ്പനെ കിട്ടും. I sometimes think if you have to get a father-in-law, you should get a father-in-law like Jethro. ഫാദർലോമാര് പലരെന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാം, നിങ്ങൾ ഇത്രോവിനെ പോലെയുള്ളവരാണോ? There are many father-in-laws who are hearing now. Let me ask you, are you like Jethro? ഈ ചിലരാണെങ്കിൽ വാദം കുറ്റമേ പറയത്തുള്ളൂ, നല്ല ഒരു കാര്യവും പറയത്തില്ല. There are certain people who, if they open their mouth, they never say anything good. ഇത്രോ പക്ഷേ ദൈവം സമ്മതിക്കുന്ന ആലോചന പറയുന്ന ഒരപ്പനാണ്. Jethro was a person who used to speak what was pleasing before God. കാരണം ഈ 70 പേരെ തെരഞ്ഞെടുക്കാൻ മോശയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്ത ഇത്രോവാ, അത് ദൈവം സമ്മതിച്ചു. Because Jethro was a person who advised Moses to select 70 people, and that advice was acceptable before God. ഞാൻ പറഞ്ഞത് ഇത്രോ ഒരു നല്ല അമ്മാവിയപ്പനാണ്. What I'm saying is Jethro was a very good father-in-law. ഇതുപോലെയാണ് മോശയുടെ ഭാര്യ സിപ്പോറ, ഒരു നല്ല സ്ത്രീയാണ്, നല്ല ഭാര്യ. Even Moses' wife Zipporah was a very good wife. നമ്മൾ ഈ സദൃശവാക്യത്തിൽ സാമർത്ഥ്യമുള്ള ഭാര്യ എന്നൊക്കെ വായിക്കുമല്ലോ, സാമർത്ഥ്യമല്ല, അവളൊരു നല്ല ഭാര്യ. What we read in Proverbs is a blessed wife, or she's a good wife. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വകതിരിവുണ്ട്, എപ്പ എന്ത് ചെയ്യണമെന്ന് പുള്ളിക്കാരിക്ക് അറിയാം. She knows everything, and she is able to tell what is to be done. കാരണം അവരുടെ യാത്രയില് ദൂതൻ അവരെ എതിരേറ്റു. അപ്പോ കുഞ്ഞു മരിക്കാൻ തുടങ്ങുമ്പോ അവള് മകന്റെ അഗ്രചർമ്മം മുറിച്ച് ദൂതന്റെ കാൽക്കല്ലിട്ടിട്ട് നീ എനിക്ക് രക്തമണമാണം എന്ന് പറഞ്ഞപ്പോഴേ ദൂതൻ അവരെ വിട്ടുമാറി. In their journey, the angel stopped, came before them, and at the same time, she circumcised a child and put it before and said, "He is the child of my blood." നല്ല ഒരു സ്ത്രീയാണ്, അവർക്ക് വകതിരിവുണ്ട്. She's a very knowledgeable woman. She is a wonderful woman. അപ്പം ഞാൻ പറഞ്ഞത് അമ്മാവിയപ്പനും ഭാര്യയും ഒക്കെ ആയിട്ട് മോശ മിദ്യാനിൽ സെറ്റാ. So what I'm saying is here Moses is almost settled down with his wife and children there in Midian. ഇപ്പൊ മോശ മിസ്രൈമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെല്ലാം വിട്ടു. So now Moses left all the desire and the vision that he had in regards to Egypt. ഇപ്പൊ മോശ ആടിനെ തീറ്റി ഇപ്പൊ സ്തോത്രം ഇവിടെ വന്നേക്കുകയാണ് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ. Feeding the sheep, continuing to feed the sheep, Moses now comes to the Mount of Horeb. അത് ഏത് ദിവസമാണെന്നറിയാമോ? എന്നാണോ ദൈവം ഹോരേബിൽ മുൾപ്പടർപ്പിൽ കത്തുന്ന തീജ്വാലയുടെ അകത്ത് ഇറങ്ങിയത്, അന്ന് ആ സെയിം ടൈമിൽ ആ റൈറ്റ് പ്ലേസിൽ മോശ എത്തിയത്. Do you know when was the right time? It was the time when God came down as a fire in that bush at the Mount of Horeb. It was that same right time that Moses also came to that mountain. മാത്രം അവിടെയാണ് ദൈവം മോശയെ വിളിക്കുന്നത്, മോശേ മോശേ. That is where God is calling Moses and calling him Moses. Wait a minute. മോശേ, ഈ ടൈമിൽ ഈ ദിവസം ഈ സ്ഥലത്ത് വരാൻ നിങ്ങളോട് ആരാ പ്രവചിച്ചേ? Moses, who told you that you must come to this place at this time? അത് മോശയുടെ ഒരു വെളിപ്പാടാണ്. That was the revelation of Moses. മോശയെ ചേഞ്ച് ചെയ്യാൻ ദൈവം ഇറങ്ങിയ
റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ മോശ എത്തപ്പെട്ടു. When God decided to change Moses at that right time, at the right place, Moses reached. ജീസസ് മോശയുടെ സീസൺ മാറുക. Now Moses' season is going to change. ആമേൻ. Amen. സ്തോത്രം. ആമേൻ. ജിനോ ബെൻ സ്തോത്രം. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി എല്ലാ യങ്സ്റ്റേഴ്സിനെയും നോക്കി ഞാൻ പറയുകയാണ്, എല്ലാ സഹോദരങ്ങളെ നോക്കി ഞാൻ പറയുകയാണ്, സ്തോത്രം, നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്ന സ്ഥലങ്ങളുണ്ട്, ദൈവം ഇറങ്ങുന്ന സമയമുണ്ട്. Looking at the youngsters, I am telling this, that there is a time and a place where God is going to come down. ഈ സ്ഥലത്ത് ഈ സമയത്ത് നമ്മൾ അവൈലബിൾ ആകുക എന്നുള്ളതാണ്. It is that we have to be available at that time and at that place. ഇവിടെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആയിരിക്കും. And there, if we are there, then our life will be changed. ഇതാണ് നമ്മുടെ സീസൺ മാറുന്ന ഇടം. This is where our season will change. Oh my God. Amen. Hallelujah. Hallelujah. നമ്മുടെ സീസൺ മാറുന്ന ഇടം. This is the place where our season is going to change. ജീസസ് ദൈവം ഇറങ്ങി വരികയാണ് മോശയ്ക്ക് വേണ്ടി. God is coming down upon Moses. ഞാൻ പറയുന്നത് മോശയ്ക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് മോശയും ദൈവവുമായി ഒരു എൻകൗണ്ടറിൽ എത്തിയതുപോലെ നമുക്ക് വേണ്ടി നാമുമായി ഒരു എൻകൗണ്ടറിനായി ദൈവം ഇറങ്ങുന്ന സമയങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ സീസൺ ചേഞ്ച് ആകുന്ന ടൈം. ചിലപ്പോൾ അത് ആവർത്തിക്കപ്പെട്ടു എന്ന് വരത്തില്ല. ഓൺ ടൈമിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. Like God came down for Moses to change his season, for that was his season to be changed. In the same manner, God comes down for us to change our season. And if we lose that opportunity, it would be that we will not find such an opportunity again. മോശ ദൈവിക നിയോഗത്തെ നിരസിച്ചപ്പോ ദൈവം പറയാണ്, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതി കർത്താവുമാക്കിയത് ആർ എന്ന് ചോദിച്ചവരുടെ നടുവിൽ നിന്നെ ന്യായാധിപതിയായി കർത്താവുമായിട്ട് അയക്കാൻ പോകുക. When Moses was brought before the people, they asked, who made you the judge? And at the same time, he mentioned that the Lord showed through him that God had made him the judge to really bring the Israel. In the same manner, God is going to show each one of you that you have been called out to be the rulers. 40 വർഷത്തിന് മുമ്പ് ചോദിച്ച ചോദ്യമാണത്. It was a question that was asked 40 years ago. മോശയുടെ ഡയറിയിൽ നിന്ന് ആ ചോദ്യമൊക്കെ ഇപ്പൊ പോയി. Now from that question is gone out of Moses' diary. മോശ ഇപ്പം ആ വാക്കുകളൊന്നും ഓർക്കുന്നേ ഇല്ല. Moses is now not remembering those words. ഒരു കാലഘട്ടത്തിൽ മോശയുടെ ഹൃദയത്തെ ഇളക്കി മറിച്ച് അവൻ മരിക്കുന്നത് പോലെ വേദന ഉളവാക്കിയ വാക്കുകളാണത്. It was those words that brought a lot of trouble and times that brought him that troubled him a lot. ഇപ്പൊ അതൊക്കെ മറന്നുപോയി മോശ. Now Moses has forgot all those now. അവിടെ ഒരു ദൂത് എനിക്ക് പറയാനുണ്ട്, മോശ മറന്നാലും ദൈവം മറക്കുകയല്ല. I have a prophecy for you. Even if Moses forgets, God will not forget. My God. Amen. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ബാല്യകാലത്ത് നമ്മുടെ ചില പ്രത്യേക പ്രായത്തിലൊക്കെ ചിലരൊക്കെ നമ്മളെ നോക്കി പറഞ്ഞ വാക്കുകൾ ഹൃദയത്തെ കീറി മുറിക്കുന്നത് പോലെ കാലപ്പഴക്കം കൊണ്ട് നമ്മൾ അതൊക്കെ മറന്നുപോയി. In our young time, there could be that people would have told certain words which would have torn us apart, but as time went past by, we would have forgotten it. Hallelujah. നമ്മൾ മറന്നാലും ദൈവം മറക്കുകയല്ല. Even if we forget, God will not forget. ആ എൻകൗണ്ടറിലേക്ക് ഒന്ന് വാ, നീ മറന്നതിനെ ദൈവം എണ്ണി പറയുന്നത് കാണാം. Come to that encounter and you can see that God will be able to answer all those questions that was asked against you. ദൈവം പറയാം, നിന്നെ ന്യായാധിപതി കർത്താവുമാക്കിയത് ആർ എന്ന് പറഞ്ഞവരുടെ നടുവിൽ നിന്നെ ന്യായാധിപതി കർത്താവുമാക്കി ഞാൻ അയക്കാൻ പോവാ. In the place where people asked you who had made you the judge, in that same place God is going to make you a judge and send among those people. Jesus.
Hallelujah. ചിലരോടുള്ള ഒരു പ്രവചന ദൂത് പോലെ ഞാൻ ആ വാക്കുകൾ പറയുകയാണ്. കാലഘട്ടങ്ങൾക്ക് മുൻപ് കേട്ട് മറന്ന പലതും ദൈവം മറന്നിട്ടില്ല. ദൈവത്തിന്റെ പുസ്തകത്തിൽ ദൈവം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ പുറത്തെടുക്കുന്ന സമയങ്ങൾ നമ്മുടെ മുൻപിൽ വരാൻ പോവുകയാണ്. Like a prophecy, I'm saying to many who are in this meeting that there are things that was told against us in the previous years, but even though we have forgotten, God has written in His book, and He is going to fulfill it in this time coming that is going to come by. അപ്പൻ പറഞ്ഞത്, അമ്മ പറഞ്ഞത്, ചേട്ടൻ പറഞ്ഞത്, പെങ്ങൾ പറഞ്ഞത്, അമ്മാച്ചൻ പറഞ്ഞത്, ആന്റി പറഞ്ഞതൊന്നും ദൈവം മറന്നിട്ടില്ല. What our father has told, mother has told, sister, brother, uncle or auntie, whoever has told, God has not forgotten it. ഇവിടെ മോശ എൻകൗണ്ടറിൽ എത്തിയപ്പോൾ സ്തോത്രം കാര്യങ്ങൾ ചേഞ്ച് ആകുകയാണ്. When Moses came to that encounter, things are changing in his life. ഹല്ലേലൂയ. Amen. Hallelujah. അതായിരുന്നു മോശയുടെ സീസൺ. That was the season of Moses. ഇതുപോലെ യാക്കോബിനൊരു സീസൺ ഉണ്ടായിരുന്നു. In the same manner, Jacob had a season. ഈ യാബോക്ക് കടന്ന് യാക്കോബ് ഇക്കരെ കയറി കൂട്ടത്തെ രണ്ടാക്കിയിട്ട് തിരിച്ചക്കരെ കയറുകയാണ് ഈ മനുഷ്യൻ. Jacob is a person who crossed the brook of Yabok, and he divided his families into two and sent two people separately, and he's again crossing back this brook. Amen. അവിടെയാണ് യാക്കോബ് ഇസ്രായേലായത്. That is where Jacob became Israel. അവിടെയാണ് ദൂതൻ അവന്റെ തുടയുടെ തളം തൊട്ടത്. That is where the angel touched the hip bone of Jacob. ഹല്ലേലൂയ. Amen. ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടി സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുന്ന സീസണുകളുണ്ട്. What I'm saying is, brothers and sisters, there is a season where God comes down for us. നമ്മെ മാത്രം പ്രതീക്ഷിച്ച് ദൈവം നിൽക്കുന്ന സമയങ്ങളുണ്ട്. There is a time where God expects us, and there is a time where He waits for us. ഇതാണ് നമ്മുടെ ചേഞ്ചിങ്ങിന്റെ ടൈം. This is the place where our time is being changed. ഇതാണ് നമ്മുടെ സീസൺ ചേഞ്ച് ആകുന്ന ഇടം. This is the place where our seasons is going to change. ചിലപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഒരു ഫാസ്റ്റിംഗിലാകാം. Sometimes God would be speaking to us through in our fasting prayer. ഒരുപക്ഷെങ്കിൽ ദൈവം സംസാരിക്കുന്ന ഒരു വർഷിപ്പിലാകാം. It could be that God is speaking to us when we are worshiping. ചിലപ്പോ ഒരു പാട്ട് കേൾക്കുമ്പോഴാകാം. It could be sometimes when we are hearing a song. സ്തോത്രം. ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. നിങ്ങളുടെ സീസൺ ചേഞ്ച് ആകുന്നു എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? How will we be able to identify that our season is changing? സാധാരണ നിലയിൽ ജീവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തോന്നുക ഒരു ഫാസ്റ്റിംഗിലോട്ട് പോകണം. A person who is living normally, he is suddenly thinking that I need to fast now. ഒരാൾക്ക് തോന്നുകയാണ് രാത്രികളിലെല്ലാം പ്രാർത്ഥിക്കണം. Another person is feeling that I need to pray all night. ദൈവം എന്തോ ആ വ്യക്തികളെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. God is changing something in that person. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ഫീലിംഗുകൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? Let me ask you, have you had such a feeling any time? നിങ്ങളോടൊരു പ്രവാചകനൊന്നും പറഞ്ഞില്ല, ഒരു പ്രവാചകയൊന്നും പറഞ്ഞില്ല. പക്ഷെ നിങ്ങളുടെ അകത്ത് തോന്നുകയാണ് ഇനിയുള്ള കുറച്ച് നാളുകൾ പ്രാർത്ഥനയിൽ ഇരിക്കണം, ഇനി ഫാസ്റ്റിംഗിൽ പോകണം, ആരാധന കുറച്ചുകൂടെ സജീവമാക്കണം. വാസ്തവത്തിൽ നിങ്ങളുടെ സീസൺ ചേഞ്ച് ആകുന്ന ടൈം ആയിരിക്കും അത്. No prophet or prophetess would have prophesied unto you, but you are having a feeling inside you that you need to pray more, you need to fast more, you need to increase your time of worship and the zeal for worship. Actually, that is the time where your season is changing. ഫിലിപ്പിയ ലേഖനത്തിൽ 2-13 വാക്യത്തിൽ ഇച്ഛിക്ക എന്നത് പ്രവർത്തിക്ക എന്നത് നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നുണ്ട്. Philippians 2:13. For it is God which worketh in you. For it is God who works in you both to will and to do for His good pleasure. അപ്പൊ ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ നിങ്ങളിൽ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്.
For it is God who works in you both to will and to do for his good pleasure. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ അകത്തെ ഡിസയറിന്റെ പിന്നിൽ ദൈവമാണ്. In light of this verse, the desire that has come inside you is God that has brought this desire. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? How many of you are able to understand? കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah, hallelujah, hallelujah. അല്ലേ? അപ്പം നമ്മുടെ അകത്ത് ഒരു ആഗ്രഹം ഉണ്ടാകുന്നതിന്റെ പിന്നിൽ ദൈവമാണ്. The reason that we have a desire, it is because the reason behind it is God. Oh. Thank you, Jesus. Hallelujah. ആ പ്രാർത്ഥിക്കാനുള്ള നിങ്ങളുടെ താല്പര്യത്തിന്റെ പിന്നിൽ ദൈവമാണ്. The desire, the reason that you have a desire now to pray is because the reason is God. ആരാധിക്കാനുള്ള നിങ്ങളുടെ താല്പര്യത്തിന്റെ പിന്നിൽ ദൈവമാണ്. The desire for you to worship more, that desire was brought because God had brought that desire in your life. ചേഞ്ച് ആക്കാൻ വേണ്ടിയുള്ളതാണ്. It is to change you. ഞാൻ ഇതിന് അനുഭവസ്ഥനാണ്. I am one who have gone through this experience. അതെങ്ങനെയാണെന്ന് ഒരു പക്ഷെങ്കില് നിങ്ങൾ ചോദിച്ചു. You might ask, how is that possible? How is it? ഞാൻ 2007 മുതലൊക്കെ എന്റെ മിനിസ്ട്രി ചേഞ്ച് ആയത്. From about 2007, my ministry changed. ജൂൺ മാസത്തിലാണ് അത് ആരംഭിക്കുന്നത്. It started in the month of June. ഞാൻ 21 days ഫാസ്റ്റിംഗിലായിരുന്നു. I was in a 21 days fasting. അതിന്റെ 19ാമത്തെ ദിവസം എന്തോ എന്നിൽ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. In the 19th day, I understood that there is something happening. ഒരു 14ാമത്തെ ദിവസം മുതലൊക്കെ അത് ആരംഭിച്ചിരുന്നു. It started from almost on the day of 14th. അവിടെ മുതൽ എന്റെ ആറ്റിറ്റ്യൂഡ് മാറാൻ തുടങ്ങി. From there on, my attitude began to change. എന്റെ പ്രാർത്ഥന മാറാൻ തുടങ്ങി. My prayer started to change. എന്റെ നാവിൽ നിരന്തരമായി അന്യഭാഷകൾ ഇങ്ങനെ സംസാരിക്കുവാൻ തുടങ്ങി. I began to continuously speak in the tongues. ആമേൻ. പതുക്കെ കാര്യങ്ങൾ മാറുകയാണ്. Slowly things are changing. ആളുകൾ അവിടുന്ന് ഇവിടെ നോക്കി എന്നെ മീറ്റിംഗിന് വിളിക്കുവാൻ തുടങ്ങി. From here and there, people started to call me for meetings. ആര് പറഞ്ഞിട്ടാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ആളുകൾ വിളിക്കുകയാണ്. I don't know who told, but people are calling me. എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ ചേഞ്ച് ആകുന്നു. I understood that things have begun to change. ഇതുപോലെ ഈ ഫാസ്റ്റിംഗില് ഇത് എന്നാ തീരുന്നെന്ന് എനിക്ക് അറിയത്തില്ല. നാളെയാണോ? എനിക്കറിയില്ല. സ്തോത്രം. ഈ 20ാമത്തെ ദിവസം ഞാൻ ഈ ദൂത് പറയുമ്പോ ഹല്ലേലൂയ, നാളെ നിങ്ങളുടെ ജോലി കിട്ടുന്ന പ്രൊമോഷൻ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. നാളെ നിങ്ങളുടെ പിന്നെ സാലറിയില് ഒരു വർധന ഉണ്ടാകുന്നു, ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. കുറച്ച് പോരും പോരാട്ടം ഒന്നുമല്ല. നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങളെ ടേൺ ചെയ്യത്തക്ക വിധത്തിലുള്ള നിയോഗത്തിന്റെ ദൈവശബ്ദം പറയുകയാണ്. 20ാമത്തെ പകലിൽ, ഫാസ്റ്റിംഗിന്റെ 20ാമത്തെ പകലിൽ ദൈവാത്മാവ് ആ വിധത്തിൽ കാര്യങ്ങളെ വ്യത്യസ്തമാക്കുക. On this 20th day, I'm prophesying and saying unto you, I'm not going to say that God is going to give you a raise in your salary or change in your position, not that, but God is going to change in your spiritual realm. നിങ്ങളുടെ അകത്ത് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇനി ഈ ഫാസ്റ്റിംഗ് തീർന്നാൽ ഉടൻ തന്നെ പ്രാർത്ഥന കുറച്ചുകൂടെ സജീവമാക്കണം. ഞാൻ ഈ ഫാസ്റ്റിംഗിന്റെ പിന്നിൽ ഒരു കാര്യം കൂടെ പറയാം. അത് പറഞ്ഞിട്ട് ഞാൻ അതൊന്ന് പറയാം. ഈ ഫാസ്റ്റിംഗ് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു ഫീൽ ഉണ്ടാകുന്ന 21 ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, ഇനിയിപ്പോ ഈ മൺഡേ അങ്ങ് റെസ്റ്റ് ചെയ്യുക, മൺഡേ വലിയ പ്രാർത്ഥനയൊന്നും വേണ്ട, ട്യൂസ്ഡേ തുടങ്ങാമെന്ന് ഒക്കെ ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. അത് സാധാന്യമാണ്. നിങ്ങൾ അതിനകത്ത് വീഴരുത്. We might have this feeling after this 21 days of fasting. We will say, okay, this is a Monday, let me rest. We might let me see, I can let start from Tuesday. Anyhow, I was praying all these 21 days. That is demonic. You need to not fall in that trap. സ്തോത്രം. അങ്ങനെ നിങ്ങൾ ഒരു ദിവസം നിർത്തിയാൽ പിന്നെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന റീഓപ്പൺ ചെയ്യാൻ പറ്റുകയില്ല. If you stop it for a day, then you will not be able to reopen or begin again.
സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥനയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൺഡേയും ട്യൂസ്ഡേയും ഒന്നും നിർത്തരുത്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. If you decide to continue in this prayer, then you should not stop on this Monday or Tuesday, but you should continue to pray. തുടർമാനമായി പ്രാർത്ഥിക്കണം. You need to continuously pray. ഹല്ലേലൂയ. ഞാൻ പറയാം, കാര്യങ്ങൾ മാറും. Things is going to change. ഈ 20 ദിവസത്തിനകത്ത് നിങ്ങൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തത്? In this 20 days, what all decisions that you have taken? ഇന്നത്തെ ഈ പ്രസംഗത്തിനകത്ത് നിങ്ങളോട് ദൈവം ഏതൊക്കെ വിധത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? During this message, in what all manner is God talking to you? സ്തോത്രം. നിങ്ങൾക്ക് എങ്ങനെ ഈ സന്ദേശങ്ങളോട് പ്രതികരിക്കാൻ പറ്റുന്നുണ്ട്? How are you able to react to this message that you're hearing? എന്നെങ്കിലും നിങ്ങൾ കേട്ട ഒരു സന്ദേശത്തിനകത്ത് നിങ്ങൾക്ക് അയ്യോ ഞാൻ ഒന്നും ആയില്ല എന്ന് തോന്നിയോ? In any of the messages that you heard in the last 20 days, where had you have feeling that, oh, I am nowhere, oh Lord? നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു, അതാണ് അതിന്റെ തെളിവ്. That shows that God is desiring to change you. ആമേൻ. ഹേലിയിൽ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് ശിംശോനെ ഉദ്യമിപ്പിച്ചു എന്ന് വായിക്കുന്നില്ലേ? We can see that God touched Samson, prompted Samson. ആമേൻ. അപ്പൊ സ്തോത്രം, അതുപോലെ ദൈവാത്മാവ് നിങ്ങളെ ഉദ്യമിപ്പിക്കുകയാണ്. In the same manner, God is prompting you as well. Oh Jesus. Amen. Hallelujah. കനേഡിയൻ ലൈഫിനകത്ത് തൃപ്തിപ്പെട്ട് ഇതിനപ്പുറത്ത് സ്വർഗമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരോട് ഈ ദൂത് പറഞ്ഞ് ശരിയാവുകയല്ല. അവർക്ക് ഇത് കേട്ടാൽ ഒന്നും തോന്നത്തുമില്ല. If there are some who have this thought that Canadian life is the heaven, there is no heaven beyond this, then if I tell you this prophecy or this message, it will be of no use for you. എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നിങ്ങളുടെ അകത്തൊരു നിയോഗം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ഈ സന്ദേശം നിങ്ങളെ ചലിപ്പിക്കുകയാണ്. If there is something that is inside you that's prompting you that I want to do something for God, then this message is prompting, is touching you and changing you. Oh Jesus. ഞാൻ പറയാൻ ചിലരുടെ ടൈം ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ദൂത് പറയുന്നത്. I know this time, your time has come for your change. That is why I'm telling this prophecy unto you. ഇന്നിപ്പോ ഇവിടെ രാത്രിയിലെ 12:30 ഞാൻ ഈ 12:30 ഈ സന്ധ്യയിൽ 4ാമത്തെ മെസ്സേജ് ഇപ്പൊ ഈ പറയുന്നത്. It is almost about 12:30 where I am, and this is the 4th message I am preaching. ആമേൻ. ഇനി മോർണിംഗ് 5 മണിക്ക് കാനഡയിൽ തന്നെ അടുത്ത മെസ്സേജ് ഉണ്ട്. Now in the morning 5 o'clock I have another message in Canada itself. ഞാൻ പറയുന്നത് ധാരാളം മെസ്സേജുകൾ തുടർമാനമായി പറയുക, പക്ഷെ ഈ മെസ്സേജ് സ്തോത്രം ഈ ചർച്ചിനോടുള്ള മെസ്സേജ് ആണ്, എന്നെ കേൾക്കുന്ന നിങ്ങളോടുള്ള മെസ്സേജ് ആണ്. നിങ്ങളിൽ ചിലരുടെ സീസൺ ചേഞ്ച് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. But this message is for this church and for the people who are hearing me, that God is desiring to change your season. Oh Jesus. Hallelujah. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം. കർത്താവ് എന്നെ, എന്റെ കുടുംബത്തെ, എന്റെ തലമുറയെ ചേഞ്ച് ചെയ്യണമേ. ഹല്ലേലൂയ. എങ്ങനെ അത് സംഭവിക്കുന്നൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. നിങ്ങളൊരു പാസ്റ്റർ ആകുമോ, നിങ്ങൾ പ്രീച്ചർ ആകുമോ, നിങ്ങളൊരു പ്രവാചകനാകുമോ, ഇതൊന്നും എനിക്ക് അറിയത്തില്ല. അത് ദൈവത്തിന് വിട്ടുകൊടുക്ക. നിങ്ങളെ ദൈവം ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കും. If you have the desire that you want to change, let us pray today and say, oh Lord, change me, my family, change me. I do not know how to say what God is going to make of you, whether it might be a pastor or a prophet or a teacher, but God is going to change you. Oh my God. Hallelujah. Hallelujah. ഈ അവസരത്തെ ഉപയോഗിക്കണം. You must use your opportunity. ഞാൻ പറയാം, ദൈവം ചേഞ്ച് ചെയ്യുന്ന ആ സീസണുകളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കഴിവൊരു വിഷയമല്ല. If we are able to understand the season which God is giving, then our ability is not a problem then. നമ്മുടെ കഴിവൊരു വിഷയമല്ല.
Our ability will not become a problem for us. നമ്മുടെ ഭാഷ മികവ് ഒരു വിഷയമല്ല. Our language barrier will not become a problem. നമ്മുടെ 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 സംസാര മികവ് ഒരു വിഷയമല്ല. Our the problem with our talk will not become a barrier for us. ഞാൻ പറയാറുണ്ട്, ഇരട്ടി ആത്മശക്തി ഉണ്ടെങ്കിൽ പകുതി ബുദ്ധിശക്തി ഉള്ളെങ്കിൽ സാരമില്ല. I say always that if you have the double portion of the anointing of the Holy Spirit, but you have only half of the wisdom, that is more than enough. Amen. സ്തോത്രം. ഞാൻ വാക്കുകളെ ഉപസംഹാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. I am coming to the conclusion. അപ്പൊ ഇതിനെല്ലാത്തിനും ഒരു ടൈം ഉണ്ട്. So for everything, all of these, there is a time. പത്രോസിന് ചേഞ്ച് ചെയ്യാൻ ഒരു ടൈം ഉണ്ടായിരുന്നു. There was a time for Peter to change. യൂദയ്ക്ക് ചേഞ്ച് ആകാൻ ഒരു ടൈം ഉണ്ടായിരുന്നു. There was a time for Judas to change. യേശാവിന് ഒരു ടൈം ഉണ്ടായിരുന്നു. There was a time for Esau to change. ഇസഹാക്കിനോട് യേശാവ് ചോദിക്കണം, നിനക്ക് ഒരനുഗ്രഹം ഉള്ളപ്പ എന്നെയും കൂടെ അനുഗ്രഹിക്കണേ. Esau is asking unto his father Isaac, "Oh father, do you have only this one blessing? Can you please bless me?" യേശാവിന് ഒരു സമയം ഉണ്ടായിരുന്നു. Esau had a time. ഇവരാരും ആ സമയത്തെ ഉപയോഗിച്ചില്ല. None of them used their opportunity or their time. എന്നാൽ മോശയ്ക്ക് ഒരു സമയം ഉണ്ടായിരുന്നു. മോശ അതിനെ യൂസ് ചെയ്തു. But Moses had a time and Moses used that. ആമേൻ. യാക്കോബിന് ഒരു ടൈം ഉണ്ടായിരുന്നു. യാക്കോബ് അതിനെ ഉപയോഗിച്ചു. Jacob had a time and Jacob used it. Hallelujah. നിങ്ങൾക്കൊരു സമയമുണ്ട്, നിങ്ങൾ അതിനെ ഉപയോഗിക്കുമോ? You have a time. Will you use it? ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ആ ടൈമിനെ വിളിക്കാൻ പറ്റുന്ന ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് വേർഡാണ് പ്രസാദകാലം. If there is a time that there is a time for you to change, then there is a word that is mentioned in the New Testament, a favorable time. Please. നമ്മളോട് ദൈവ ഫേവർ കാണിക്കുന്ന ഒരു സമയം. There is a time where God shows us favor. ഇത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സമയത്തായിരിക്കും നമ്മളെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയം. There could be a particular time in our life where God wants to change us. എത്ര പേര് പറയും, കർത്താവേ എന്നെ അങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്യണം? How many of us will say, "Oh Lord, change me in that manner"? നിന്റെ ഹീതം പോലെ എന്നെ നിത്യം നാട് ഈടേണമേ. എന്റെ ഹീതം എൻ പിതാവേ എന്നെ ഹോവേ നിന്റെ ഹീതം പോലെ എന്നെ നിത്യം നാട് തീടേണമേ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ട്. Let all eyes be closed. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. Let us pray together. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Let everyone pray. Hallelujah. Hallelujah. Power of God. Power of God. പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ സീസണുകളെ തിരിച്ചറിയുന്ന ഒരു ആത്മശക്തി. പ്രിയരെ, ദൈവത്തിന് എല്ലാറ്റിനും ഒരു സമയമുണ്ട് കേട്ടോ. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ പോലും കർത്താവിനൊരു സമയമുണ്ട്. യേശുവിന്റെ അമ്മയായ മറിയ യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞ് തീർന്നുപോയി. യേശു അവളോട് പറഞ്ഞത്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. വീഞ്ഞുണ്ടാകുന്നത് ആ കുടുംബത്തിന് വേണ്ടി മാത്രമാണ്, വേറെ ആർക്കും അതിനകത്തൊരു പങ്കുമില്ല. പക്ഷെ യേശു പറഞ്ഞു, എനിക്ക് എന്റെ നാഴികയുണ്ട്. ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ നാഴികയുണ്ട്. ഹല്ലേലൂയ. ഓരോരുത്തർക്കും ഓരോ നാഴികയുണ്ട്. ഹല്ലേലൂയ.
എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാണ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാണ്. Hallelujah. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാണ്. അടകമനഘടകത്തിന് അറിയുന്ന ഓരോരുത്തർക്കും ഓരോ നാഴികയുണ്ട്. ഓരോരുത്തർക്കും ഓരോ നാഴികയുണ്ട്. കർത്താവിനോട് പറ, കർത്താവേ എന്റെ സമയം ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. ആമേൻ, എന്നെ സഹായിക്കണേ കർത്താവേ. അങ്ങ് എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സമയങ്ങളെ തിരിച്ചറിയാനുള്ള ഒരഭിഷേകം എനിക്ക് തരണം. എല്ലാവരും പ്രാർത്ഥിച്ച് ചൂടാമാന ഹത്തുനജാന അടകാമനയ അറഗദാജലയ ഹല്ലേലൂയ. അങ്ങനെ ഒരു തിരിച്ചറിവ്, അങ്ങനെ ഒരു തിരിച്ചറിവ്, അങ്ങനെ ഒരു തിരിച്ചറിവ് കർത്താവ് ചിലർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കട്ടെ. ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചൂടകമന കിടക്കത്തില്ല. ഈ ഫാസ്റ്റിംഗ് കഴിയുമ്പോ, ഓ മൈ ഗാഡ്, ഈ ഫാസ്റ്റിംഗ് കഴിയുമ്പോ ചിലരുടെ ജീവിതം വ്യത്യസ്തമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ആകമാനമായി മാറുന്നത് പോലെ പോലും വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അതിൽ വചന വെളിപ്പാടുകൾ ഒഴുകട്ടെ. ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. പ്രവചനങ്ങൾ ആമേൻ ചലിക്കട്ടെ. ജനം വിടിവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ സഭ തൊട്ട് ആമേൻ ഓരോ വ്യക്തികൾ വരെ വലിയ മാറ്റങ്ങൾ ഈ ഫാസ്റ്റിംഗ്, ഈ ലോക്ക്ഡൌൺ ടൈമുകളിൽ വലിയ ചേഞ്ചസ് യേശുവിന്റെ നാമത്തിൽ ജനത്തിൽ ഉണ്ടാകട്ടെ. വലിയ ഷിഫ്റ്റുകൾ യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. എതിരെ ചലിക്കുന്ന പൈശാചിക പദ്ധതികൾ, ആഭിചാര മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. ദുർഭൂത വ്യാപാരങ്ങൾ, ദേശത്തിന്റെ ആധിപത്യങ്ങൾ, ക്ലേച്ഛതകൾ, പാപത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ ജനത്തിന് വേണ്ടി തുറന്നു വരട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാണ്. ഇതുവരെ കാണാത്തതിനെ ചിലതിനെ കാണാൻ, ഇതുവരെ അറിയാത്ത ചിലതിനെ അനുഭവിക്കാൻ, ഇതുവരെ കടന്നുപോയിട്ടില്ലാത്ത ചില സാഹചര്യങ്ങളെ തിരിച്ചറിയാൻ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഇപ്പോൾ തുറന്നു വരട്ടെ. തുറന്നു വരട്ടെ. കർത്താവ് ഇപ്പോൾ നിന്റെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവരെ തൊടണേ. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ തൊടണേ. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ തൊടണേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കഥന കുടുംബങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന സ്ട്രഗിളുകൾ യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. തലമുറകളെ കുറിച്ചുള്ള ആകുലതകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ജീവിതത്തിൽ രോഗഭയങ്ങൾ, അപകടഭയങ്ങൾ, മരണഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഓ ഹാലലൂയ. എല്ലാ ഡിപ്രഷനുകളും യേശുവിന്റെ നാമത്തിൽ ജനത്തെ വിട്ടുമാറുവാൻ ഞാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളെ ജനത്തെ വിട്ടുമാറുവാൻ ഇപ്പോൾ ഞാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു. താങ്ക് യു ജീസസ്. ദൈവപ്രവൃത്തി തുറന്നു വരട്ടെ. കർത്താവ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാണ് നന്ദി. ചിലരെ വചനം ഏൽപ്പിക്കണമേ, ചിലരെ വെളിപ്പാട് ഏൽപ്പിക്കണമേ, ചിലരെ ദൈവശക്തി ഏൽപ്പിക്കണമേ, ചിലരെ ദൈവവചനം ഏൽപ്പിക്കണമേ. ചിലർ ദൈവത്താൽ ഉപയോഗിക്കപ്പെടട്ടെ. ഉള്ള മുഴുവൻ തുറന്ന് നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോകണം. വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യണമേ. എന്റെ ദാസൻ, കുടുംബം, സഭ, പ്രവർത്തനങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഉള്ളം തുറന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ ഞങ്ങളുടെ സഭയെ ആത്മാവിൽ ഹല്ലേലൂയ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിലേക്ക് ആഴമായി ഇറങ്ങിച്ചെന്ന് ഞങ്ങളെ റിവൈവ് ചെയ്ത